ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു നെക്ക് ഡിസൈനാണ് കേട്ടോ. ഇത് നമ്മൾ ആരി സൂചി ഇല്ലാണ്ട് നോർമൽ നീഡിലുകൊണ്ട് തന്നെ ഒരു ആരി വർക്ക് എങ്ങനെയാണ് ചെയ്യാൻ പോകണമെന്നാണ് നോക്കണേ. അപ്പോൾ നമ്മൾ ഇതുപോലൊരു ഡിസൈൻ ഒന്ന് കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെയാണ് നമ്മൾ ഡിസൈൻ ചെയ്തേക്കുന്നത്. അതായത് നമ്മുടെ ഷോൾഡർ പോർഷനിലേക്ക് മാത്രം വരുന്നത് നേരെ മേളിൽ നിന്ന് താഴേക്ക് വരും. അതിനാണ് ഏറ്റവും ലെങ്ത് കൂടുതലുള്ളത്. പിന്നെ ലെങ്ത് കുറഞ്ഞ് ഏറ്റവും സെൻറ്ററിലേത് ലെങ്ത് കുറവാണ്. അങ്ങനെയാണ് നമ്മുടെ ഡിസൈൻ വരുന്നത് കേട്ടോ. അപ്പോൾ ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇതുപോലെ നോർമൽ നീഡിലാണ് യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ ഈ ഞാൻ എടുത്തേക്കുന്ന നീഡിൽ നമ്പർ 9 ആണ് കേട്ടോ. അതായത് ഏറ്റവും ചെറിയ നീഡിൽ നമ്മുടെ ഈ ഒരു കട്ട് ബീഡ്സാണ് നമ്മൾ എടുത്തേക്കുന്നത്. ആ ബീഡ്സിനുള്ളിലൂടെ കടന്നു പോകുന്ന രീതിയിലുള്ള നീഡിലാണ് എടുക്കേണ്ടത്. അപ്പം ചെറിയ നീഡിൽ, അതാണ് നീഡിൽ നമ്പർ 10 അല്ലെങ്കിൽ 9, ഇതിലേതെങ്കിലും എടുക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ ഇതുപോലെയാണ് മുത്തുകൾ എടുക്കുന്നത്. അപ്പോൾ നമുക്ക് ആരി സൂചി കൊണ്ട് ചെയ്യുമ്പോൾ ഭയങ്കര സിമ്പിളായിട്ട് ഇത് ചെയ്യാൻ പറ്റും. ആരി സൂചി കൊണ്ട് ചെയ്യാൻ അറിയത്തില്ലാത്തവർക്ക് ഇങ്ങനെ ചെയ്യാം. അപ്പം ഇതേപോലെ 3 മുത്തുകൾ നമ്മൾ ഒരേ സമയം നീഡിലിൽ കയറ്റിയിട്ട് ഇങ്ങനെ കോർത്തെടുക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് ഒന്നുകൂടെ സെക്യൂർ ആക്കാൻ വേണ്ടി ഇതുപോലെ രണ്ട് മുത്ത് കഴിഞ്ഞിട്ടുള്ള അതിൻ്റെ താഴെ നിന്ന് വീണ്ടും സൂചി എടുത്തിട്ട് നമ്മുടെ ആ മൂന്നാമത്തെ നൂലിനുള്ളിലൂടെ കടത്തിയെടുക്കാം. വീണ്ടും 3 മുത്തുകൾ കോർക്കുക, താഴേക്ക് കുത്തിയെടുക്കുക കേട്ടോ. ഇങ്ങനെയാണ് ചെയ്യണത്. ചെയ്ത് കൊടുക്കണം കേട്ടോ. നമ്മൾ താഴേക്ക് ചെയ്ത് കൊടുക്കുകയാണ് കംപ്ലീറ്റ് ആയിട്ട്. ഇനി നമ്മൾ ഇതിനകത്തേക്ക് ഇതേപോലെയാണ് നമ്മൾ ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ അതും ഇതുപോലെ കംപ്ലീറ്റ് ആയിട്ടും ചെയ്തെടുക്കണം. അതെങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ നേരെ താഴെ നിന്നാണ് തുടങ്ങുന്നതെങ്കിൽ 3 നമ്മൾ ആദ്യമേ കൊടുത്ത പോലെ തന്നെ 3 ബീഡ്സ് കഴിഞ്ഞതിന് ശേഷം നേരെ താഴെ നിന്ന് സൂചി എടുക്കാം. അതിനുശേഷം നമ്മൾ 2 ബീഡ്സാണ് കൊടുക്കുന്നത്. അപ്പോൾ 3 ബീഡ്സ് ഇടവിട്ടിട്ടാണ് കൊടുക്കുന്നത്. നമ്മൾ 2 ബീഡ്സ് ഇതേപോലെ 2 സൈഡിലേക്കും ഇങ്ങനെ ഒന്ന് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പം വീഡിയോയിൽ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടല്ലോ. അപ്പോൾ ഇതേപോലെ തന്നെ അടുത്ത സൈഡിലും ചെയ്ത് കൊടുക്കുക. അത് നമ്മൾ 3 ബീഡ്സ് ഇടവിട്ടാണ് കൊടുക്കുന്നത്. നമ്മൾ ഓരോ സ്റ്റിച്ച് കൊടുത്തത് 3 ബീഡ്സ് വെച്ചിട്ടാണ്. അപ്പോൾ നമ്മൾ ആ ഒരു 3 ബീഡ്സിൻ്റെ ഗ്യാപ്പിൽ തന്നെയാണ് നമ്മൾ അങ്ങോട്ടേക്കും ഇങ്ങോട്ടേക്കും ഈ 2 ബീഡ്സും കൊടുക്കണം. അപ്പോൾ നമുക്ക് ടോപ്പിൽ വരെ വരുമ്പം കറക്റ്റായിട്ട് അതിൻ്റെ ഡിസൈൻ കിട്ടും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അങ്ങനെ ചെയ്യണം കേട്ടോ. അപ്പോൾ ഇതുപോലെ നമുക്ക് എല്ലാം ഒന്ന് കംപ്ലീറ്റ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇത്രേ ഉള്ളൂ നമ്മുടെ ഡിസൈന്. നമ്മൾ ഫുള്ളായിട്ടും ഇങ്ങനെയാണ് ചെയ്തെടുക്കുന്നത്. നമ്മുടെ എല്ലാ ഡിസൈൻസിലും നമ്മൾ കൊടുത്തേക്കുന്ന എല്ലാ ലൈൻസിലും കംപ്ലീറ്റ് ആയിട്ട് നമ്മളിങ്ങനെയാണ് ചെയ്തെടുക്കണം കേട്ടോ. നമുക്ക് ഈസി ആയിട്ട് ചെയ്തെടുക്കാനായിട്ട് പറ്റും. കുറച്ച് സമയം മാത്രം മതി. നല്ല ഭംഗിയാണ്. നമുക്ക് ആരി സൂചി കൊണ്ട് ചെയ്യാൻ അറിയത്തില്ലാത്തവർക്ക് ഇങ്ങനെ ചെയ്ത് നോക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് വൈറ്റ് ബീഡ്സ് ഈ ഒരു കളറിൽ അല്ലെങ്കിൽ റെഡ് കളറിലൊക്കെ വൈറ്റ് ബീഡ്സ് കൊടുക്കാം. അതേപോലെ നമുക്ക് ബീഡ്സിൻ്റെ കളർ മാറ്റി കൊടുക്കണമെങ്കിൽ അങ്ങനെ കൊടുക്കാം കേട്ടോ. ഗോൾഡൻ കളർ വേണമെങ്കിൽ അങ്ങനെ കൊടുക്കാം. എങ്ങനെ ചെയ്താലും ഭയങ്കര ഭംഗിയാണ്. അപ്പോൾ നമുക്ക് ഔട്ട്ലുക്ക് കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇനി ഒന്ന് സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ ഇനിയും ഇതുപോലുള്ള നല്ല വീഡിയോസൊക്കെ ആയിട്ട് നമുക്ക് ഇനിയും കാണാവുന്നതാണ്. അപ്പോൾ നിങ്ങൾ സപ്പോർട്ട് ചെയ്താലും അല്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കണൊക്കെ മറത്തിയാലേ പുതിയ ഡിസൈൻസ് ഞാൻ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റുള്ളൂ കേട്ടോ. അപ്പോൾ നിങ്ങളൊന്ന് സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ ഫൈനൽ ലുക്ക് എങ്ങനെയാണ് വരുന്നതെന്നും കൂടി ഒന്ന് കാണാം. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ കംപ്ലീറ്റ് ചെയ്തേക്കുന്നത്. വർക്ക് നമ്മൾ കംപ്ലീറ്റ് ചെയ്തപ്പോൾ ഇങ്ങനെയാണ് വന്നേക്കുന്നത്. ഞാൻ ചുരിദാർ സ്റ്റിച്ച് ചെയ്ത് നമ്മുടെ കയ്യിലും ഇതേപോലെ ഒരു ഡിസൈൻ ഒന്ന് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ ഒരു ഫൈനൽ ലുക്ക് വരുന്നത്. അപ്പോൾ നമ്മുടെ തമ്പനയിലിൽ കണ്ട പോലെ തന്നെ നമ്മുടെ ചുരിദാർ ഇട്ട് കഴിയുമ്പോൾ ഭയങ്കര ഭംഗിയാണ് ഡിസൈൻ കാണാനായിട്ട്. നിങ്ങൾക്ക് കണ്ടപ്പോൾ മനസ്സിലായിട്ടുണ്ടെന്ന് കരുതുന്നു. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇനിയും നല്ല വീഡിയോസൊക്കെ ആയിട്ട് കാണാം. ടേക്ക് കെയർ, ബൈ ബൈ, താങ്ക് യു.